നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണാൻ ആഗ്രഹിക്കുന്നത്, അത് ഏത് വ്യക്തിയായാലും ആ പേഴ്സണെ മനസ്സിലൊന്ന് ചിന്തിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന പോസിറ്റീവ് ആകുന്ന ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യം നിങ്ങൾ എന്നും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആ മാനിഫെസ്റ്റേഷൻ എഴുതുന്നതിലൂടെ കൂടുതൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആകുകയും എത്രയും പെട്ടെന്ന് വളരെ സഡനായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അഫർമേഷൻസ് ആയിട്ട് എഴുതാൻ പറയുന്നത്. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ നമ്മളത് തുടങ്ങുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ, ഇന്നിങ്ങനെ ഒരു റീഡിങ്സ് കാണാൻ സാധിച്ചതിന്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചേർന്നതിന്, അതുപോലെ നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ പറ്റിയതിന് എല്ലാം നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് തന്നെ മുന്നോട്ടേക്ക് പോവുക. ജീവിതം തീർച്ചയായിട്ടും മാറും. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതിനകത്തുള്ള തടസ്സങ്ങൾ, അതിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, അവരുടെ മൈൻഡ് ശരിക്കും അവർ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു റിലേഷനിൽ നിന്നിരുന്നത്, ബ്ലാക്ക് മാജിക് പോലുള്ളതോ തേർഡ് പാർട്ടി പോലുള്ള പ്രസൻസുകൾ ഉണ്ടോ, ഇനി ഫ്യൂച്ചറിലേക്കാണെങ്കിലും അത് കണക്റ്റഡ് ആകുമോ, ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏത് കാര്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒന്നാണ് പേഴ്സണൽ റീഡിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന എനർജി, നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ, മറന്നു പോകാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ചേഞ്ച് ആവാൻ പറ്റാത്തതിൻ്റെ കാരണവും പ്ലസ് ഈ ഒരു റിലേഷനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ചിന്തിച്ച ഒരു റിലേഷൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മാർച്ച് മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും നല്ല പവർഫുള്ളായിട്ട് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ സ്റ്റക്കാണ്. കറൻറ്റ്ലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം നിങ്ങളൊരു മായാവലയത്തിൽ പെട്ടതുപോലെ, ഒരു ട്രാപ്പ് എനർജിയിൽ പെട്ടതുപോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാരണം, നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരിക്കലും ഈ ഒരു വ്യക്തിയെന്ന് പറയുന്ന എനർജിയിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്കും നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ ഇമോഷണലി കണക്റ്റ് ചെയ്തിരിക്കുന്ന, അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വന്നാൽ പോലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഫാമിലി പോലെ, നിങ്ങളുടെ കുടുംബ അംഗത്തെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജി ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ സ്റ്റക്കാണ്. ഒരു ഹെൽത്തി റിലേഷനായിട്ടാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു എന്നാ പറയുക, ഒരു അടുപ്പം തോന്നിയതുപോലും ഈ ഒരു വ്യക്തിയോട് മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം അറ്റാച്ച്മെൻറ്റിങ് ആണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട്.
നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇമാജിൻ, നിങ്ങൾ സ്വപ്നം കണ്ട പോലത്തെ, അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജിയിലായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ആ വ്യക്തിയുടെ ഏത് കുറവുകളെയും നിങ്ങൾക്ക് അതൊരു തടസ്സമായിട്ടോ അതല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ആയിട്ടോ ഒന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പരിപൂർണമായിട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം, സ്നേഹം ഇതെല്ലാം ആ ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നതിനോ, അവർ നിങ്ങളോട് എത്രത്തോളം അൺഹെൽത്തി ആയിട്ട് പെരുമാറിയാൽ പോലും അവിടെ ഒന്നും നിങ്ങൾക്കതൊരു തെറ്റായിട്ട് കാണാനോ പറ്റാത്ത വിധം നിങ്ങൾ അറ്റാച്ച്മെൻറ്റോട് കൂടി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട്, വളരെ ശക്തമാകുന്ന ഒരു അട്രാക്ഷൻ എനർജി ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻ്റെ ട്രാപ്പ് എനർജിയിലാണ്. നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു ബന്ധത്തിൽ ഇമോഷണലി ഒരു ട്രാപ്പിലായ പോലെയാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് തിരിച്ച് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു ഇൻഡിസിഷൻ എനർജിയാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെയൊക്കെയോ ചതിക്കപ്പെടുന്നു എന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ ഇല്ല എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എവിടെയൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ട്, എവിടെയൊക്കെ ഒരു സംതിങ് റോങ് എനർജി ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ വല്ലാതെ ആഴത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയി പോയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ 24 അവേഴ്സും ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫീലിങ്സ് ഇല്ല. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയെ അത്രത്തോളം നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്നു. നമ്മളിപ്പം ആദ്യത്തെ എനർജിയിൽ നമുക്ക് കിട്ടിയതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു വ്യക്തിയുടെ കുറ്റമോ കുറവുകളോ അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു എനർജിയിലേക്കൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പം ഒരു വല്ലാത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ, ഒരു സോൾമേറ്റ് കണക്ഷൻസിൻ്റെ എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ വല്ലാതെ ഒരു പക്ഷേ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഓർക്കും ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടി എന്തിനാ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതെന്നൊക്കെ ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു അൺസാറ്റിസ്ഫൈഡ് ഫീലിങ്സ് ഉണ്ടാകുമ്പോൾ, ഒരു മടുപ്പ് തോന്നുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കാറുണ്ട് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും എന്നേക്കുമായിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനേക്കാൾ ശക്തമായിട്ട് ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. കാരണം ഒരിക്കലും നിങ്ങളുടെ സോൾ എനർജിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിൽ നിന്നോ ഈ ഒരു വ്യക്തിനെ എടുത്തു മാറ്റുക എന്നത് അസാധ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണുമായിട്ട് അത്രത്തോളം ഒരു സോൾ അറ്റാച്ച്മെൻറ്റോട് കൂടി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനകത്ത് ഒരുപാട് തിക്ത അനുഭവങ്ങൾ നിങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. പാസ്റ്റിലേക്ക് നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് സ്റ്റക്നെസ് ആണ്. നിങ്ങൾ പരാജയം സമ്മതിച്ച പോലെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. അവർക്ക് ഏത് രീതിയിലും നിങ്ങളോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വിധി പോലെയാണ് കേട്ടോ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നത്. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത്. അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ആ ഒരു സ്ഥാനം ഒരു ഫ്രണ്ട്ഷിപ്പിലോ മറ്റു സൗഹൃദ ബന്ധത്തിലോ നിന്നെടുത്ത് നിന്നുമാവാം ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിഞ്ഞു വന്നതെന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട റിലേഷനാണ്.
എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് ഇംബാലൻസിങ് ആയിട്ട്. അതായത് പൊരുത്തക്കേടുകൾ പല രീതിയിൽ ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം പൊരുത്തക്കേടുകൾ ഉണ്ടായാലും വീണ്ടും അതിനെ ബാലൻസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചിന്തകളിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ എനർജിയിൽ നിന്നും ഈ ഒരു വ്യക്തിനെ എടുത്തു മാറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ട് പെടേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് അസാധ്യമായിട്ടാണ് കാണുന്നത്. കാരണം അത് നിങ്ങളിൽ തന്നെ നിലനിൽക്കപ്പെടുന്ന, നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ, ഇനിയിപ്പോൾ എത്രത്തോളം നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ഇനി ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് ചേരില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്, നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ, നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാച്ചിങ് ബന്ധം, ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻസ് തന്നെയാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒന്നിലധികം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ബൗണ്ടറി തീർത്തൊക്കെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ എത്രത്തോളം ബൗണ്ടറി തീർക്കുമ്പോഴും അതിനേക്കാൾ ശക്തമായിട്ട് ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ അതിന് തുല്യമാകുന്ന ചില എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ആ ഒരു പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഓർക്കേണ്ടി വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസും നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കടന്നു പോകേണ്ട വ്യക്തി തന്നെയാണ്. അതും ഒരുപാട് രീതിയിൽ നല്ലതും ചീത്തയുമാകുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന്, ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടാവുന്നു എന്നുകൂടി കാണുന്നുണ്ട്. ഒരു ഹെൽത്തി റിലേഷനായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും, അതിനോടൊപ്പം ഇത് അൺഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് മാറുകയും ചെയ്യും. വീണ്ടും നിങ്ങൾക്കിതൊരു ഹെൽത്തി റിലേഷൻ പോലെ കണക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നല്ലതും ചീത്തയുമായ എക്സ്പീരിയൻസ്ഡ് ആണ്. ദ ഡെവിൾ എനർജിയും കണക്റ്റഡ് ആണ്. ഒരു വശീകരണം പോലെയാണ് ഈ ഒരു ബന്ധം നിങ്ങളിൽ നിൽക്കുന്നത്. നിങ്ങൾ എത്ര പുറത്ത് കടക്കാൻ ശ്രമിച്ചാലും കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുതുല്യമായ അതിനോടൊപ്പമുള്ള രീതിയിലുള്ള ചില ബന്ധങ്ങൾ ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മയെ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുവാൻ കാരണമാക്കുന്ന രീതിയിലാണ് വന്നു ചേരുന്നതായിട്ട് കാണുന്നത്. ശരിക്കും ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻ ഒരുപാട് ട്രാജഡി ആയിട്ട് നിന്നിട്ടുണ്ടാവാം. ഈ കറൻറ്റ്ലി ചിലപ്പോൾ ഇതിനകത്ത് പല ആളുകളുടെയും ബന്ധം തകർന്ന് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി പോയിരിക്കുന്ന വ്യക്തികളുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിതിനു മുമ്പ് ഇതിനകത്ത് ശക്തമാകുന്ന വീഴ്ചയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. വലിയൊരു ചേഞ്ചിങ് സംഭവിച്ചിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ട്രാജഡികൾ ഈ ഒരു റിലേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് വിധിയുടെ ഫലമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം ഈഗോ കാണിച്ചാലും, എത്രത്തോളം ഫൈറ്റിംഗ് ചെയ്താലും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. നിങ്ങളിതൊരു പോസിറ്റീവും എന്നാൽ നെഗറ്റീവുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ബന്ധം തന്നെയാണ്. കൂടാതെ തന്നെ ഫസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വീണ്ടും നമുക്ക് എനർജികളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് എനർജി നൽകുന്ന, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാസ്റ്റിലെ പല നഷ്ടങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് സാമ്പത്തികമായിരിക്കാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില ബന്ധങ്ങളായിരിക്കാം. ഈ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസുകളും എന്നാൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള ചില ഇൻസിഡൻറ്റുകളും ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഈ ബന്ധത്തിനും ഈ വ്യക്തിക്കും മുറിവേറ്റ രീതിയിലുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്കൊരു കുറ്റബോധം പോലെ, എപ്പോഴും
ഒരു സ്ട്രെസ് എനർജി നൽകുന്ന, ഒരു മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു റിലേഷനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയേണ്ടി വരും. ഒരു സ്വസ്ഥതയില്ലായ്മയാണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ബന്ധം നിങ്ങളിൽ കണക്റ്റഡ് ആണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുകളയാൻ, ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറന്നുകൊണ്ട് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നല്ലതായിട്ടും ചീത്തയായിട്ടും എല്ലാം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കപ്പെടുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജി. അവിടെ നിങ്ങൾ എത്ര ശക്തമായിട്ട് പ്രതിരോധിച്ചാലും, എത്ര ശക്തമായിട്ട് ആ വ്യക്തിയെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും സാധ്യവുമല്ല. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാകും, ഒരു ബൗണ്ടറി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിതൊരു ഹെൽത്തി റിലേഷനായിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ഒന്ന് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷനായിട്ടുണ്ടാവും. ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്ന കുറേ നാളുകളായിട്ടൊരു 6 എനർജി വന്നിട്ടുണ്ട്. 6 ഇയറോ 6 മന്ത്സോ 6 വീക്കോ എത്രയാണെങ്കിലും നിങ്ങളെ തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകും. നിങ്ങളിലേക്ക് അത് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ദുഃഖം, നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ എനർജി എല്ലാം മാറും. അതൊരു ബ്ലോക്കിംഗ് എനർജിയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന, നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവാത്ത രീതിയിൽ ഒരു ബൗണ്ടറി തീർത്ത് ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആ ഒരു നിരാശ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, നിങ്ങൾ വല്ലാതെ ഒരു നിരാശയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ, പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണോ കടന്നു പോയത് അത് നിങ്ങൾക്ക് സാധ്യമാണെന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങളൊരു ഇമോഷണൽ അബണ്ടൻസ് ആയിരുന്നു ഈ ഒരു റിലേഷനിൽ. ഏറ്റവും നല്ല രീതിയിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷനെ കൊണ്ടുപോയത്. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് തന്നെ പെയിൻ അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നു. അതായത് ആരാണോ ഏറ്റവും കൂടുതൽ പൂർണ്ണതയോടുകൂടി നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വിശ്വസിക്കുന്നത് അവർക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി കിട്ടുക എന്ന് പറയുന്നത് പോലെ, നിങ്ങളുടെ ഒരു ഫാമിലിയായിട്ട്, നിങ്ങളുടെ കുടുംബമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്ലഡ് റിലേഷൻ പോലെ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കണ്ടിരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ തിരിച്ചു പ്രതീക്ഷിക്കാതെ സഹായിച്ചിട്ടുള്ള ബന്ധവുമായിരിക്കാം ഈ ഒരു ബന്ധം. കാരണം നിങ്ങളോടൊപ്പമുള്ള, അതായത് ഇത് എന്നിൽ നിന്നും വിട്ടുപോകില്ല, ഇതെന്നും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു പ്രതീക്ഷയാണ്, ഒരു പുതിയ തുടക്കം. സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളിൽ 100% നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പുതിയൊരു തുടക്കം തന്നെയാണ്. ആ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു തന്നെയാണ് കാണുന്നത്. സൺറൈസിങ് എനർജി ഉണ്ട്, സക്സസ് ആണ്. ഇനിയും ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആവാനും ഒരുമിച്ച് മുന്നോട്ടേക്ക് വീണ്ടും കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സോടുകൂടി പോകാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനോടൊപ്പം ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു റിലേഷനിൽ പോസിറ്റീവ് ലഭിക്കുന്നുവോ അതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഹെൽത്തി റിലേഷൻ ആണ് എങ്കിൽ അതിനോടൊപ്പം തന്നെ അൺഹെൽത്തി സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. കാരണം ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു ജസ്റ്റിസാണ്, കർമ്മ ബേസിലാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു പക്ഷേ മുൻകാല കർമ്മയുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബന്ധത്തിൽ നിന്ന് എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യപ്പെടുമെന്നുള്ളത് മനസ്സിലാക്കി തന്നെ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. ഇനിയാണേലും നിങ്ങളാണ് ഇതിനകത്ത് എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ കീഴിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു റിലേഷനെ ഇനിയും നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിച്ചിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കണം, നിങ്ങൾ പവർഫുള്ളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കണം. കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എനർജി കണക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇതിനകത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ബന്ധമാണ് കേട്ടോ. ഇതിനെ നിസ്സാരമായിട്ട് കണ്ടിട്ടോ അതല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടോ നിങ്ങൾ മാറി നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം
എത്രത്തോളം എഫോർട്ട് എടുക്കുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തെ എത്രത്തോളം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നുവോ, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന പോസിറ്റിവിറ്റി. അതായത് നിങ്ങൾ ഇമോഷണലി ഒക്കെ ഒരു ബൗണ്ടറി തീർക്കണം. നിങ്ങളെല്ലാം മറന്ന്, നിങ്ങളെ തന്നെ മറന്ന് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, പ്രകടനം, അതൊന്നും ഇതിനകത്ത് വാല്യൂ കൽപ്പിക്കപ്പെടുന്നില്ല. അതൊക്കെ ഒരു ഇംബാലൻസിങ് എനർജിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നോ, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നോ, അതനുസരിച്ചായിരിക്കും ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരിക. കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കാണ് പുറത്ത് കടക്കാൻ സാധിക്കാതെ നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം എപ്പോൾ വേണമെങ്കിലും പുറത്ത് കടക്കാനും എപ്പോൾ വേണമെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാനുമുള്ള ഒരു ഫ്രീഡം എനർജി അവരുടെ ഉള്ളിലുണ്ട്. അതേസമയം നിങ്ങൾക്കാണ് പുറത്ത് കടക്കാനും പറ്റാത്തതെന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റാത്ത വിധം നിൽക്കുന്നത് നിങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങണം. അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് വരേണ്ടതാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരു ബൗണ്ടറി തീർത്ത് നിന്നാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അതിശക്തമായിട്ട് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഈ ഒരു റിലേഷനിലെ ഏറ്റവും ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്, ശരിക്കും നിങ്ങളാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും എഫോർട്ട് എടുക്കുന്നതും നിങ്ങളെ കണക്റ്റ് ചെയ്താണ് ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണമായ മുന്നോട്ടേക്കുള്ള ഒരു നീക്കം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, നിങ്ങളാണ് ഈ ഒരു റിലേഷനിൽ ഏറ്റവും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു പൊസിഷനിലേക്ക് മാറാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തെയൊക്കെ നിങ്ങളൊന്ന് കീപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾക്കൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ വളരെ സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. കാരണം നിങ്ങളിലാണ് ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണമാകുന്ന അടിത്തറ നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഒരു ബന്ധത്തിൻ്റെ അവസ്ഥ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയാൻ സാധിക്കുന്നത് കേട്ടോ.